Hello students, welcome back to Bosco Campus Vision. In the previous session, we discussed the main differences between manual accounting and computerized accounting. So in this session, we will look into the main advantages or benefits of computerized accounting. Computerized accounting system offers several advantages or merits to businesses and employees. Some of them are, the first one is large number. The computerized accounting system is capable of handling large number of transactions with speed and accuracy. സോ എത്ര ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര തന്നെ ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്താലും അത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തരും. It is entirely different from that of manual accounting system as it can deal with the number of transactions with much speed and accuracy. Next is instant reporting. Computerized accounting system is capable of offering quick and quality reporting because of its speed and accuracy. നമ്മൾ ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു പോയിൻ്റാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ട്രയൽ ബാലൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്ത് നൽകുന്നത്. So because of its speed and accuracy, we are able to get very quick and quality reports soon after entering the required data. Next is reduction in paperwork. Manual accounting system requires large physical storage space to keep accounting records, vouchers and documents. The use of paper and paperwork can be reduced by introducing computerized accounting system. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് വഴി പേപ്പർ വർക്ക് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് എന്തെങ്കിലും എമർജൻസി പ്രിൻ്റ് ഔട്ട്സ് എടുക്കേണ്ട കേസസിൽ മാത്രമേ പേപ്പർ വർക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. അല്ലാതെ എല്ലാ എൻട്രീസും റെക്കോർഡ്സും എന്ന് പറയുന്നത് ഡിജിറ്റലാണ്. പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്ക് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യാവുന്നതുമാണ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിനും വൗച്ചേഴ്സിനും ഡോക്യുമെൻറ്റ്സിനും ഒന്നും തന്നെ സെപ്പറേറ്റ് സ്പേസ് കണ്ടെത്തേണ്ടതായിട്ടില്ല. ഒരു കമ്പ്യൂട്ടറിൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിൾ റിപ്പോർട്ടിംഗ്. ദ റിപ്പോർട്ടിംഗ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആസ് കമ്പയർഡ് ടു മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം we can generate any reports of any balance as and when required and for any duration which is within the accounting period. സോ മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മളെല്ലാം വരച്ച് എൻ്റർ ചെയ്ത് പോകുന്നതായതുകൊണ്ട് തന്നെ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള എൻട്രി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അങ്ങനെയല്ല, നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു എൻട്രി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഓൾട്ടർ ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൽ എൻറ്റർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും റിപ്പോർട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നാണെങ്കിൽ ഏത് റിപ്പോർട്ടാണെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഏത് എൻട്രീസ് വെച്ച് വേണമെങ്കിലും റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നൽകും. നെക്സ്റ്റ് ഇസ് കോസ്റ്റ് സേവിങ്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പ്രോഗ്രാംസ് റെഡ്യൂസ് സ്റ്റാഫ് ടൈം ഡൂയിങ് അക്കൗണ്ട്സ് ആൻഡ് റെഡ്യൂസ് ഓഡിറ്റ് എക്സ്പെൻസസ് ആസ് റെക്കോർഡ്സ് ആർ നീറ്റ്, അപ് ടു ഡേറ്റ് ആൻഡ് അക്യുറേറ്റ്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ 2 പേര് ചെയ്യുന്ന ജോലിയാണ് ഇവിടെ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ തനിച്ച് ചെയ്യുന്നത്. സോ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്ന സ്റ്റാഫിനാണെങ്കിലും അവരുടെ ടൈം വളരെയധികം സേവ് ചെയ്തുകൊണ്ട് വളരെ നീറ്റും അപ് ടു ഡേറ്റും അക്യുറേറ്റുമായിട്ട് അക്കൗണ്ട്സും ഇൻവെൻട്രീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. Next is online facility. Computerized accounting system offers online facility to store and process transaction data so as to retrieve information to generate and view financial reports. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് ഈ എൻ്റർ ചെയ്തിട്ടുള്ള പല ഡേറ്റാസും ഇൻഫോർമേഷനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വ്യൂ ചെയ്യാനും ജനറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. So online facility is another major advantage of using computerized accounting system. Next is speed and accuracy. The information content of reports generated by the computerized accounting system is accurate and therefore quite reliable for decision making. In manual accounting, the reports and information are likely to be distorted, inaccurate and therefore cannot be relied upon.
സോ നമ്മൾ ആദ്യം പോലെ പറഞ്ഞു വരുന്ന രണ്ട് ടേംസ് ആണ് സ്പീഡും അക്യുറസിയും എന്ന് പറയുന്നത്. അത് ഈ കേസിൽ മാത്രമല്ല, നമ്മൾ ഏത് കേസസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ സ്പീഡിലും അക്യുറേറ്റുമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്സും അതുപോലെ തന്നെ റിട്രൈവ് ചെയ്യുന്ന ഇൻഫോർമേഷനും എല്ലാം തന്നെ റിലയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫർദർ പ്രോസസ്സിങ്ങും ഇല്ലാതെ തന്നെ അത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസസിൽ അങ്ങനെയല്ല, നമ്മൾ മാനുവലി ആണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. സോ 1-2 ആൾക്കാർ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ക്രോസ് ചെക്കിങ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ടൈം ലാഗ് വരും. അതുപോലെ തന്നെ എത്ര പേര് ക്രോസ് ചെക്ക് ചെയ്താലും ചെറിയ മിസ്റ്റേക്സ് എവിടെയെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അക്യുറസിയും 100% ഗ്യാരണ്ടീഡ് അല്ല. Next is security. In computerized accounting system, only the authorized users are permitted to have access to the accounting data. Security provided by computerized accounting system is far superior compared to any security offered by manual accounting system. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഓരോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും അതിൻ്റേതായ സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ടാലിയെ സംബന്ധിച്ച് ടാലി വോൾട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ അത് കംപ്ലീറ്റ് സെക്യൂരിറ്റിയാണ് നമ്മളുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ആ ഇൻഫോർമേഷൻസും റെക്കോർഡ്സും എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മാനുവൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. ആ ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് സെക്ഷൻ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ആർക്കും ജേർണലും ലെഡ്ജറും എല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. So the security provided by the computerized accounting system is far superior when compared to that of the manual accounting system. Next is automated document production. Invoices, credit note, purchase orders, payrolls and other such documents are produced automatically. സോ ട്രയൽ ബാലൻസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചില ഡോക്യുമെൻറ്റ്സും നമുക്ക് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പ്രൊഡ്യൂസ് ചെയ്ത് തരും. ടാലിയെ സംബന്ധിച്ച് F11, F12 എന്ന് പറഞ്ഞ 2 ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഈ ഫീച്ചേഴ്സിൽ നമുക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഓപ്ഷൻസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടാലി നമുക്ക് ആ കുറേ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് നൽകും. സോ F11 ഫീച്ചേഴ്സിൽ ചെന്നിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട്സ് ആണെങ്കിലും പേറോൾസിൻ്റെ ആണെങ്കിലും എല്ലാ ഫംഗ്ഷനും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടാലി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്ത് നൽകും. So automated document production is another major benefit of using computerized accounting system. Next is usage of multiple currencies. Many computerized accounting packages now allow a business organization to deal in multiple currencies. Problem associated with exchange rate changes are handled. സോ ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് മൾട്ടിപ്പിൾ കറൻസീസിൽ നമുക്ക് ഡീല് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ കറൻസി റുപ്പിയാണ്, US കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. സോ ഈ മൾട്ടിപ്പിൾ കറൻസീസിൽ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്ത് പോവാം. കൺവേർഷൻ്റെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ടും സാധിക്കും. And the last benefit is up-to-date information. The accounting records are automatically updated and so accounting balances will always be up-to-date. സോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എല്ലാ റെക്കോർഡ്സും എല്ലാ അക്കൗണ്ട് ബാലൻസസും അപ്ഡേറ്റഡ് ആയി മാറും. ഓട്ടോമാറ്റിക്കൽ അപ്ഡേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തുന്നോ അത് എല്ലാ അക്കൗണ്ടിലും ഈക്വലായിട്ട് ചേഞ്ച് ആവും. So up-to-date information can be maintained throughout using a computerized accounting system. So these are the main advantages or benefits of computerized accounting system. So in this session we discussed the main advantages, benefits or merits of computerized accounting system. Hope all are clear with the topic. Thank you.